നമസ്കാരം, ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് ഒരു ലവ് എനർജി റീഡിംഗ് ആണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ്, ഈ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീഡിംഗ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടെ വേണം ഇത് കേൾക്കുവാൻ. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ലിസൺ ടു ദിസ് റീഡിംഗ്. ഓക്കെ, നമുക്ക് കാർഡുകൾ എടുത്ത് വയ്ക്കാം. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ റിലേഷൻഷിപ്പ് എനർജിയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണ് എന്നതിനുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, ഇനി അടുത്ത കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാവും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അഞ്ചാമത്തെ കാർഡ് ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ ബന്ധത്തിൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത കാർഡ് ഈ ബന്ധത്തിലെ തടസ്സങ്ങൾ എന്താണ്, ഇതിലെ ഒബ്സ്റ്റക്കിൾ എന്നറിയാനും. അവസാനത്തെ കാർഡ് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്താണ് ഈ ബന്ധത്തിന് നിങ്ങൾക്ക് എന്നറിയാനും വേണ്ടിയാണ്. ഇനി ഒരു കാർഡും കൂടി ഞാൻ എടുക്കുന്നത് ഈ വ്യക്തിയുടെ എന്തായിരിക്കും ആ വ്യക്തിയുടെ അടുത്തൊരു ആക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഈ റിലേഷൻഷിപ്പ് റീഡിംഗ് ഒന്ന് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ നമുക്ക് ഓരോ കാർഡും എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ കാർഡ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ റിലേഷൻഷിപ്പ് എനർജിയാണ്. ഓവറോൾ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഓക്കെ, വളരെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വന്നിരിക്കുന്നത് 2 ഓഫ് വാൺസ് ആണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ എനർജി വന്നിരിക്കുന്നത് 4 ഓഫ് വാൺസ് ആണ്. ഓക്കെ, ഇനി ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്ന ചോദ്യത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, ഇനി ഈ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വരുന്നത് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, ഇനി ഈ ബന്ധത്തിലെ തടസ്സം നമുക്ക് ലഭിച്ചിരിക്കുന്നത് 3 ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് ഹാങ്ഡ് മാൻ ആണ്. ഓക്കെ 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 അപ്പം നമുക്ക് ഈ റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നമ്മൾ ആദ്യം നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പ് എനർജി തന്നെ ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഓക്കെ, വളരെ ആഴത്തിലുള്ള വികാരങ്ങളെയാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ബന്ധത്തിൽ വളരെ ശക്തമായ ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഇത് പുറമേ കാണിക്കുന്ന ഒരു സ്നേഹബന്ധം മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സോൾ ലെവൽ കണക്ഷനാണ് നിങ്ങൾ പരസ്പരം ഫീൽ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് രണ്ടുപേർക്കും. ഇത് വളരെ ജെന്യുവനായൊരു കണക്ഷനായി രണ്ടുപേർക്കും മനസ്സിലാകുന്നുമുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത് 2 ഓഫ് വാൺസ് ആണ്. ഈ വ്യക്തി ഒരു ക്രോസ് റോഡ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ. ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളുടെ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവർ മടി കാണിക്കുന്നു. അവർ തീർച്ചയായും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ പ്രയോറിറ്റി എന്താവണമെന്ന് ആലോചിക്കുകയാണ്. ഇത് അവർക്ക് വേണ്ട എന്ന് വെക്കുന്ന ഒരു എനർജി ആയിട്ടല്ല, എന്നാൽ തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സമയമാണ് അവരിപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നോക്കാം. വന്നിരിക്കുന്നത് 4 ഓഫ് വാൺസ് എനർജിയാണ്. നിങ്ങളൊരു ഹാപ്പി ഫേസിലേക്ക് മൂവ് ചെയ്യുകയാണ്. വളരെ പോസിറ്റീവായ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിലാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ വളരുകയും പുതിയൊരു വ്യക്തിയായി മാറുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാണെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വളരെ പതുക്കെയും സ്ഥിരതയോടും കൂടിയ ഒരു ബന്ധത്തിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഈ കാർഡ് സ്ലോ എനർജി ആണെങ്കിലും നിങ്ങൾക്ക് സ്റ്റേബിളും പ്രോമിസിങ്ങുമായൊരു ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്ന ചോദ്യത്തിന് ഏസ് ഓഫ് കപ്സ് ആണ്. ഇത് വളരെ ഒരു ട്രൂ ലവ് എനർജിയാണ്. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്ന പോലെ ആ വ്യക്തിക്ക് വളരെ ഹൃദയം തുറന്നാണ് അവരിയ്ക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി. വളരെ ജെന്യുവിനും റിയലുമാണ് ഈ വ്യക്തി എന്ന് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, പരസ്പരം മനസ്സിലാക്കി ഈ ബന്ധം കൂടുതൽ സ്ട്രോങ് ആവണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഇവിടെ. ഇനി ഈ ബന്ധത്തിലെ ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പം നമുക്ക് 3 ഓഫ് കപ്സ് എനർജിയാണ്. ഇതൊരു തേർഡ് പാർട്ടി എനർജിയാണ്. ഇത് ചിലപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ് ആരുമാവാം നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫ് ഇവർ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് നമ്മൾക്ക് 2 ഓഫ് വാൺസ് എനർജി കാണുന്നത്. പുറത്തു നിന്നുള്ള ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നിങ്ങളുടെ ബന്ധത്തിലെ പ്രധാന തടസ്സം. ഓക്കെ, ഇനി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് ഹാങ്ഡ് മാൻ ആണ്.
ഈ കാർഡ് കാണുമ്പോൾ പേടി തോന്നും, പക്ഷേ ആക്ച്വലി യൂണിവേഴ്സ് പറയുന്നത് വളരെ പവർഫുള്ളായ ഒരു മെസ്സേജാണ്. ഒന്ന് പതുക്കെ നീങ്ങാനായിട്ടാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഒട്ടും ഫോഴ്സ് ചെയ്യാതെ ഈ ബന്ധത്തെ സറണ്ടർ ചെയ്യണം. കാരണം ഈ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യപ്പെടേണ്ടതല്ല. ഈ വെയിറ്റിംഗ് പീരീഡ് നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ടാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങളുടെ ഈ വ്യക്തി ഇനി അടുത്ത എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് ഒരു കാർഡ് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന കാർഡ് അതിനു വേണ്ടി പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ഒരു സ്വീറ്റ് റൊമാൻറ്റിക് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായി തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇമോഷണലി ഓപ്പൺ അപ്പ് ആവാൻ അവർ ശ്രമിക്കും. നിങ്ങളോട് മനസ്സിലുള്ളത് പറയാൻ അവർ റെഡി ആവുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു സർപ്രൈസ് മെസ്സേജോ കോളോ നിങ്ങൾക്ക് ഈ കാര്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഈ റിലേഷൻഷിപ്പ് റീഡിങ്ങിന് വേണ്ടി നമ്മൾ ഒറാക്കിൾ ഡെക്കിൽ നിന്ന് ഒരു ലവ് കാർഡ് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ലീവ് ദോസ് ഫിയേഴ്സ് ബിഹൈൻഡ് എന്നുള്ളതാണ്. ഇതാണ് ഈ റീഡിങ്ങിൻ്റെ ഒരു സോൾ മെസ്സേജ്. നിങ്ങളുടെ ഭയവും ആശങ്കകളും പഴയ വേദനകളുമാണ് നിങ്ങൾ ഈ ബന്ധത്തിൽ വിശ്വാസം അർപ്പിക്കാൻ സമ്മതിക്കാത്തത്. യൂണിവേഴ്സ് നിങ്ങളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഭയം വിടണം, അതുപോലെ ഹൃദയം ഒന്ന് തുറന്ന് പരസ്പരമുള്ള ഒരു വിശ്വാസത്തിനും സ്നേഹത്തിനും ഇടം കൊടുക്കണം എന്നുമാണ്. ഈ ബന്ധം അടുത്ത തലത്തിലേക്ക് വളരാൻ രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്, അതിന് തയ്യാറാവുകയും വേണം. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം അതിന് ഈ ബന്ധത്തിന് ഒപ്പം തീർച്ചയായിട്ടും ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.